ഹലോ, ഞാൻ നൂർജഹാൻ അഷ്റഫ്. ഇന്ന് ഓട്സ് ഓംലേറ്റാണ് തയ്യാറാക്കുന്നത്. 1/4 കപ്പ് ഓട്സ്, അതിലേക്ക് 1/2 കപ്പ് തിളപ്പിച്ചാറിയ പാല്. ഇത് രണ്ടും നന്നായി മിക്സ് ചെയ്ത് 10-15 മിനിറ്റ് കുതിർത്താൻ വയ്ക്കാം. ഇപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ട ഒഴിച്ചും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള തക്കാളി, ക്യാരറ്റ്, സവാള, പച്ചമുളക്, മല്ലിയില, മുരിങ്ങയില ഇത്രയും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, പച്ചമുളക്, സവാള, മല്ലിയില, തക്കാളി കുരു കളഞ്ഞാണ് എടുത്തിട്ടുള്ളത്, മുരിങ്ങയില. ഇത് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പും, ഇതെല്ലാം ഇട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പാൻ ചൂടാകുമ്പോൾ ഇത്തിരി ബട്ടർ ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഈവനായിട്ട് ഇതുപോലെ എല്ലാം നിരത്തി കൊടുക്കാം. മൂടി വെച്ച് വേവിക്കാം. സ്റ്റൗ ചെറിയ തീയിൽ വയ്ക്കുക. 2-3 മിനിറ്റ് കഴിയുമ്പോൾ മറിച്ചിട്ട് എടുക്കാം. ഓട്സ് ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. പ്രോട്ടീൻ അടങ്ങിയ ഫൈബർ റിച്ചായ ഈ റെസിപ്പി നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റിനായി പെട്ടെന്ന് ഈസിയായി ഉണ്ടാക്കാവുന്ന ഒരു ഹെൽത്തി ഫുഡ് കൂടിയാണ്. കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നിങ്ങളും ട്രൈ ചെയ്യൂ. താങ്ക് യു.